കണ്ണിൽ പൊടിയിടാൻ വീണ്ടും മുണ്ടുമുറുക്കൽ നാടകവുമായി ധനവകുപ്പ്. ചിലവ് നിയന്ത്രിക്കൽ സർക്കാർ നിർദ്ദേശം. വകുപ്പുകളുടെ വാഹന ഉപയോഗം നിയന്ത്രിക്കണം. ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ വാഹനം ഉപയോഗിച്ചാൽ അച്ചടക്ക നടപടി. ജോലിയില്ലാത്ത ഡ്രൈവർമാരെ കരാർ ഡ്രൈവർമാർക്ക് പകരം പുനർവിന്യസിപ്പിക്കണം. ഈ ഓഫീസ് സംവിധാനമുള്ള ഓഫീസുകളിൽ അറ്റൻഡന്റ്, ടൈപ്പിസ്റ്റ് തസ്തികകളിൽ കരാർ നിയമനം മാത്രം. വകുപ്പുകളുടെ ചിലവ് ബജറ്റ് വിഹിതത്തിൽ കൂടരുത്. വർഷങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നതും നിലവിൽ ആവശ്യമില്ലാത്തതുമായ പദ്ധതികൾ അവസാനിപ്പിക്കണം. സർക്കാർ പരിപാടികളുടെ ചിലവ് കുറയ്ക്കണം. ഇത്തരം ചിലവുകൾ ബഡ്ജറ്റ് വിഹിതത്തിന്റെ 50% കൂടരുത്. പണം സ്വീകരിക്കുന്ന കൗണ്ടറുകൾ നിർത്തലാക്കണം. ജീവനക്കാരെ മാതൃവകുപ്പിലേക്ക് തിരികെ പ്രവേശിപ്പിക്കണം എന്നിങ്ങനെയാണ് നിർദ്ദേശങ്ങൾ. ജനം ബ്രേക്കിംഗ്. കൃഷ്ണരാജ്, ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടും സർക്കാരിന്റെ ധൂർത്ത് കുറയുന്നില്ല എന്നൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാത്രമല്ല, ഇതൊക്കെ പറച്ചിൽ മാത്രമാണ്. ഇത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, അടുത്ത ബെല്ലിന് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടത്. അത് നാടകം ആരംഭിക്കാൻ പോവാണ്. കാരണം മുണ്ടുമുറുക്കൽ എന്ന് പറയുകയും സർക്കാരിൻ്റെ ആവശ്യക്കാർക്ക്, സർക്കാരിനുള്ളിൽ നിൽക്കുന്നവർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതിലൊരു മറ്റൊരു തെളിവ് കൂടി ഉണ്ടല്ലോ. അതായത് ഇനി ആവശ്യങ്ങൾക്കായല്ലാതെ വാഹനം ഉപയോഗിച്ചാൽ നടപടി. അപ്പോൾ ആവശ്യങ്ങൾക്കായിട്ടല്ലാതെ വാഹനം ഉപയോഗിക്കുന്നുണ്ട് എന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പ്രജിത് മോഹൻ ഒപ്പം ചേരുന്നുണ്ട്. പ്രജിത്ത്, എന്താണ് പുതിയ നിയന്ത്രണങ്ങൾ? പ്രജിത്ത്, കേൾക്കാമോ? കേൾക്കാമെങ്കിൽ എന്തൊക്കെയാണ് സർക്കാരിൻ്റെ പുതിയ നിയന്ത്രണങ്ങൾ, അതായത് കണ്ണിൽ പൊടിയിടൽ? കൃഷ്ണരാജ്, ഇപ്പോൾ കേൾക്കാം. കൃഷ്ണരാജ്, നമ്മൾ പലപ്പോഴും ഈ ധനവകുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങളുടെയൊക്കെ വാർത്ത നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സർക്കാർ ഒരു വശത്ത് നടത്തുന്ന ധൂർത്തിനെ പറ്റിയുള്ള വാർത്തകളും നിരവധി നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക വർഷം അവസാനിക്കാൻ പോകുമ്പോൾ വീണ്ടും ഒരു കർശനമായിട്ടുള്ള ഉപയോഗ നിയന്ത്രണ നിർദ്ദേശങ്ങളുമായിട്ട് ഇപ്പോൾ സർക്കാർ രംഗത്ത് വന്നിരിക്കുകയാണ്. ധനവകുപ്പ് 9 നിർദ്ദേശങ്ങളാണ് ഇതിൽ നൽകിയിരിക്കുന്നത്. എന്തായാലും കൃഷ്ണരാജ് ആദ്യം പറഞ്ഞതുപോലെ ചില രസകരമായിട്ടുള്ള സർക്കാരിന്റെ ചില തുറന്നു പറച്ചിലുകൾ കൂടി ഈ നിർദ്ദേശങ്ങളിൽ നിന്ന്, ഈ സർക്കുലറിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്നു. ഈ 9 നിർദ്ദേശങ്ങളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോകാം. അതിൽ ഏറ്റവും ആദ്യമായി വിവിധ വകുപ്പുകൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾക്കും ഒക്കെ നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്ന് പറയുന്നത് വാഹനങ്ങളുടെ ഉപയോഗം പരമാവധി നിയന്ത്രിക്കണം എന്നുള്ളത്. അതായത് നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾ പരമാവധി ഉപയോഗിക്കരുത്. ഇന്ധനം അടയ്ക്കാൻ കാശില്ല എന്നുള്ളത് തന്നെയാണ് സർക്കാർ കൃത്യമായി പറയുന്നത്. അധികം ഉപയോഗിച്ചാൽ ഇന്ധനം അടയ്ക്കാൻ അത് അടിക്കുന്നുള്ള കാശ് കൂടുതലാകും. അതുകൊണ്ട് അധികം ഉപയോഗിക്കരുത്. അതോടൊപ്പം തന്നെയാണ് ഈ വാഹനങ്ങൾ ഔദ്യോഗിക ആവശ്യങ്ങൾക്കല്ലാതെ, ഓഫീസ് പരിധിക്കുള്ളിലല്ലാതെ മറ്റ് ആവശ്യങ്ങൾക്കും ഉപയോഗിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇതിനകത്തുണ്ട്. അതായത് നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെയാണ് ഈ വാഹനങ്ങളൊക്കെ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നുള്ളൊരു തുറന്നു പറച്ചിൽ കൂടിയാണ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തായാലും അത്തരമൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ആ ഓഫീസ് ആവശ്യങ്ങൾക്കല്ലാതെ ഓഫീസിന്റെ അധികാര പരിധിക്ക് അപ്പുറത്തേക്കുള്ള പ്രദേശങ്ങളിലേക്കും ഒക്കെ ഈ വാഹനങ്ങൾ കൊണ്ടുപോകരുത്. അങ്ങനെയുണ്ടെങ്കിൽ വാഹനത്തിന്റെ നിയന്ത്രണാധികാരിയായ ഉദ്യോഗസ്ഥരെതിരെ കർശനമായ അച്ചടക്ക നടപടി എടുക്കുമെന്നുള്ളതാണ് ഒന്നാമത്തെ ഉത്തരവ്, അല്ലെങ്കിൽ ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്. രണ്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് സർക്കാരിന്റെയും വകുപ്പുകളുടെയും ഒക്കെ ഈ ബജറ്റ് അല്ലെങ്കിൽ സ്ഥിരം ചെലവുകളും സംബന്ധിച്ചാണ്. ഇത്തരം ചെലവുകൾ ഒരു കാരണവശാലും ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന വിഹിതത്തിന് പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പോവുകയാണെങ്കിൽ വീണ്ടും അധിക തുക അനുവദിക്കുന്നത് ബജറ്റ് റീഅപ്രോപ്രിയേഷൻ മാത്രമേ, അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ആയിരിക്കണം എന്നുള്ളത് പറയുന്നു. മൂന്നാമത്തെ നിർദ്ദേശം വരുന്നത് ഈ ഗ്രാന്റ് ഇൻ എയ്ഡ് ഉള്ള സ്ഥാപനങ്ങൾക്ക് തുടർന്ന് നോൺ പ്ലാൻ ഫണ്ടുകൾ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അങ്ങനെ അധികമായി ഫണ്ട് വിതരണം ചെയ്യുന്നെങ്കിൽ തനത് ഫണ്ടിന്റെ സ്ഥിതി വിലയിരുത്തിയ ശേഷം മാത്രമായിരിക്കണം എന്ന് ഈ നിർദ്ദേശത്തിൽ പറയുന്നു. ഒപ്പം അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, റിസോഴ്സ് ഗ്യാപ്പ് നികത്തുന്നതിന് സർക്കാർ ഗ്രാന്റുകൾ മാത്രം ആശ്രയിക്കാതെ സ്വന്തം നിലയ്ക്ക് വായ്പ അടക്കമുള്ള മാർഗങ്ങൾ അവലംബിക്കുന്നതിനുള്ള നടപടികൾ ഈ ഗ്രാന്റ് എയ്ഡ് സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്ന് സർക്കാർ പറയുന്നുണ്ട്. ഞങ്ങൾ ഇപ്പോൾ തന്നെ കടമെടുത്ത് കൂട്ടിയിരിക്കുന്നു, ഇനി നിങ്ങൾക്കും കഴിയുമെങ്കിൽ കുറച്ചുകൂടി കടമെടുക്കൂ എന്നുള്ള ഒരു നിർദ്ദേശമാണ് സർക്കാർ മൂന്നാമതായി നൽകിയിരിക്കുന്നത്. നാലാമത്തേക്ക് വരുമ്പോൾ കൃഷ്ണരാജ്, വിവിധ വകുപ്പുകൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ വാഹനങ്ങളില്ലാതിരിക്കുന്ന സ്ഥാപനങ്ങളിൽ ഉള്ള സർക്കാർ ഡ്രൈവർമാരെ ഈ കരാർ ഡ്രൈവർമാർക്ക് പകരമായി വിവിധ വകുപ്പുകളിലേക്ക് പുനർനിയമിക്കണം, അല്ലെങ്കിൽ അവരെ പുനർവിന്യസിക്കണം എന്നുള്ളൊരു നിർദ്ദേശം സർക്കാർ നാലാമതായി നൽകിയിരിക്കുന്നു. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്ന അഞ്ചാമതായി നൽകിയിരിക്കുന്നതാണ് വിവിധ വകുപ്പുകൾക്ക് കീഴിൽ വർഷങ്ങളായി തുറന്നുകൊണ്ടിരിക്കുന്നതും നിലവിൽ ആവശ്യമില്ലാത്തതുമായ പദ്ധതികൾ, ഈ പദ്ധതികൾ പൂർണ്ണമായും അവസാനിപ്പിക്കേണ്ടതാണ് എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് സർക്കാർ പറയുകയാണ് വിവിധ വകുപ്പുകളിൽ ഇപ്പോഴും ആവശ്യമില്ലാത്ത പദ്ധതികൾക്കായൊക്കെ പണം നൽകുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരം പദ്ധതികൾ കാലങ്ങളായി തുടർന്നു
നടന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ ഏതുതരം പദ്ധതികളാണ് സർക്കാർ നിർത്താൻ പോകുന്നത് എന്നുള്ളത് വരും ദിവസങ്ങളിൽ പ്രസക്തമായ ഒരു ചോദ്യമാണ്. മറ്റൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഈ വിവിധ സർക്കാർ പരിപാടികൾ അല്ലെങ്കിൽ സെമിനാറുകളൊക്കെ വരുന്നുണ്ട്, അതൊക്കെ സർക്കാർ നടത്തുന്നുണ്ട്. അപ്പോൾ അത്തരം പരിപാടികൾക്ക് ആ വകുപ്പിന്റെ ബജറ്റ് വിഹിതത്തിന്റെ 50% കൂടുതൽ തുക ചെലവഴിക്കാൻ പാടില്ല എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് സർക്കാർ നടത്തുന്ന ഓരോ വകുപ്പും നടത്തുന്ന പരിപാടികൾക്ക് ഓരോ സാമ്പത്തിക വർഷവും ആകെ ബജറ്റ് വിഹിതത്തിന്റെ 50% കൂടുതൽ ഈ പറയുന്ന രീതിയിൽ ചെലവാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. സർക്കാരിന്റെ നിരവധി പരിപാടികൾ വരും ദിവസങ്ങളിലും ഉണ്ട്. നമ്മൾ നേരത്തെ അത് സംബന്ധിച്ച് പല വാർത്തകളും നൽകിയിട്ടുണ്ട്. ചില സൈഡിൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നൊക്കെ കൈയിട്ടുവാരി പരിപാടികൾ നടത്താൻ പോകുന്നു. മറ്റ് സർക്കാർ പരിപാടികളും സെമിനാറുകളും കോൺക്ലേവുകളും ഒക്കെ സർക്കാർ എങ്ങനെയാണ് നടത്താൻ പോകുന്നത്, ഓരോ വകുപ്പിനും ഇത്തരം നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വരുന്ന ചെലവുകളൊക്കെ എന്തായാലും വരും ദിവസങ്ങളിൽ വരും മാസങ്ങളിലൊക്കെ നമുക്ക് കാണാവുന്നതാണ്. അത് പിന്നീട് കണ്ടറിയേണ്ടതുമാണ് എങ്ങനെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുമെന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു നിയമന നിരോധനം എന്ന് പറയാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഏഴാമതായി നൽകിയിരിക്കുന്നത്, അതായത് ഈ ഓഫീസ് സംവിധാനം നടപ്പിലാക്കിയിരിക്കുന്ന സാഹചര്യത്തിൽ പല ഓഫീസുകളിലും ഓഫീസ് അസിസ്റ്റന്റ്, ടൈപ്പിസ്റ്റ് തുടങ്ങിയ തസ്തികകൾ ആവശ്യം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഈ തസ്തികകളിൽ ഉള്ള ജീവനക്കാരെ അല്ലെങ്കിൽ പുതിയ നിയമനങ്ങളൊന്നും കൃത്യമായി നടത്തരുത് എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇനി അധികമായി അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ഇത്തരം നിയമനങ്ങൾ വേണ്ടി വരികയാണെങ്കിൽ അത് കരാർ നിയമനങ്ങൾ മാത്രമായിരിക്കണം എന്നുള്ള നിർദ്ദേശവും സർക്കാർ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വിചിത്രം. അതായത് PSCയെ അവിടെയും നോക്കുകുത്തിയാക്കുന്നു. ഇനി ആരെയും ജോലിക്ക് എടുക്കുകയാണെങ്കിൽ തന്നെ അത് കരാർ നിയമനങ്ങൾ മാത്രമായിരിക്കണം എന്നുള്ളതാണ് ഏഴാമത്തെ പ്രധാനപ്പെട്ട നിർദ്ദേശമായി ധനവകുപ്പ് നൽകിയിരിക്കുന്നത്. എട്ടാമതേക്ക് വരുമ്പോൾ പക്ഷേ PSC അംഗങ്ങളുടെ ശമ്പളത്തിൽ വലിയ വർധന ഉണ്ടല്ലോ. അവർക്ക് നോക്കുകുത്തിയായിരിക്കാനായിരിക്കും ഇഷ്ടം. അതെ, പ്രധാനമന്ത്രിയേക്കാൾ ശമ്പളം വാങ്ങിക്കുന്നവരാണല്ലേ PSC അംഗങ്ങൾ. കൃഷ്ണാജി, എട്ടാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത് ഈ KSEB പോലെയുള്ള ഓഫീസുകളിൽ കൗണ്ടർ സംവിധാനം പൂർണ്ണമായി നിർത്തലാക്കണമെന്നും ഈ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണമെന്നും ആ കൗണ്ടർ സംവിധാനങ്ങളിൽ ജോലിയെടുക്കുന്ന ജീവനക്കാരെ അതത് മാതൃവകുപ്പുകളിലേക്ക് തിരികെ പ്രവേശിപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒപ്പം തന്നെ ഒൻപതാമത്തെ നിർദ്ദേശം നിലവിലുള്ള സംസ്ഥാനത്തെ വിവിധ ഈ പറയുന്ന ധന ഉപയോഗ നിയന്ത്രണങ്ങൾ അത് തുടരുമെന്നുള്ളതും ഒൻപതാമത്തെ നിർദ്ദേശമായി സർക്കാർ നൽകിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി ആദ്യം മുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നു, സർക്കാർ വീണ്ടും കടമെടുക്കാനൊക്കെ പോകുകയാണ്. 25-ാം തീയതി വീണ്ടും ഒരു കടമെടുപ്പിനുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നു. അപ്പോഴും ഈ പറയുന്ന സർക്കാരിന്റെ ദൂർത്തൊരു സൈഡിൽ കൂടെ നടക്കുന്നു എന്നുള്ളതാണ്. PSC അംഗങ്ങളുടെ ശമ്പളങ്ങൾ ലക്ഷങ്ങളാക്കുന്നു. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിന് സ്വകാര്യ കമ്പനിക്ക്, വെറുതെ കിടക്കുന്ന ഹെലികോപ്റ്ററിന് സ്വകാര്യ കമ്പനിക്ക് പണം അനുവദിക്കുന്നു. ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിക്കും മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഒക്കെ സ്റ്റാഫുകൾക്കുമൊക്കെ യാത്രാബദ്ധ കൂട്ടി നൽകുന്നു. മറ്റ് ആവശ്യങ്ങൾക്ക്, അതായത് ദൂർത്തെന്ന് പൂർണ്ണമായും വിളിക്കാവുന്ന വിവിധ പരിപാടികൾക്കും പദ്ധതികൾക്കുമായിട്ടൊക്കെ കാശ് സർക്കാർ ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വഴിയിൽ കൂടി സർക്കാരിന്റെ ഇഷ്ടക്കാർക്ക് ആവശ്യത്തിന് പണം വാരിക്കോരി നൽകുന്നു. സർക്കാരിന്റെ ഗുരുതരമായ സാമ്പത്തിക മിസ്മാനേജിന്റെ ഫലമായി സംസ്ഥാനം കടന്നു ചെന്നിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാരം മുഴുവൻ വകുപ്പുകൾക്കും സർക്കാർ ജീവനക്കാർക്കും മുകളിലേക്കൊക്കെ തള്ളിയിടുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ സാഹചര്യം. ഈ വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരണം എന്ന് പറയുന്നിടത്താണ് എനിക്ക് ഏറ്റവും ഒരു കൗതുകകരമായി തുടങ്ങിയത്. അതായത് നാളെ മുതൽ പോലീസും എക്സൈസും വനം വകുപ്പും ഒന്നും വാഹനങ്ങൾ കൊണ്ട് റോഡിൽ ഇറങ്ങാൻ പാടില്ല എന്നുള്ളൊരു നിയന്ത്രണമാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഇതിൽ പ്രസക്തമാണ്. കാരണം വാഹനങ്ങളുടെ ഉപയോഗം വകുപ്പുകൾക്ക് പലപ്പോഴും കുറയ്ക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഇപ്പോൾ തന്നെ ആവശ്യത്തിന് വാഹനങ്ങളില്ലാതെ വിവിധ വകുപ്പുകൾ ബുദ്ധിമുട്ടുന്ന സാഹചര്യമുണ്ട്. അടുത്ത സാമ്പത്തിക വർഷത്തെ ബജറ്റിൽ 100 കോടിയോളം വാഹനങ്ങൾ വാങ്ങാൻ വേണ്ടി മാത്രം മാറ്റിവെച്ചിരിക്കുന്നത് പോലും വിവിധ വകുപ്പുകളുടെ ആവശ്യങ്ങളെ തുടർന്നാണ്. കൃത്യമായി വാഹനങ്ങളില്ലാത്തത് കൊണ്ട്, സ്പെയർ പാർട്സ് ലഭിക്കാത്തത് കൊണ്ട്, ഇന്ധനം അടിക്കാൻ കാശില്ലാത്തത് കൊണ്ട് വിവിധ സർക്കാർ വകുപ്പുകളുടെ പ്രവർത്തനം പൂർണ്ണമായും അവതാളത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ വാഹനങ്ങളുടെ ഉപയോഗത്തിന് കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും ഫയർഫോഴ്സും വനം വകുപ്പും അടക്കമുള്ള സർക്കാർ സംവിധാനങ്ങൾ, വില്ലേജ് ഓഫീസുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ തുടങ്ങിയിട്ടുള്ള സർവീസുകളുടെ അവ ജനങ്ങളിലേക്ക് എത്തുന്നത്, അവരുടെ സേവനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുന്നതിന്റെ ഒരു വലിയ കുറവ് വരാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ പ്രജിത്ത്, അതുപോലെ ഈ നിയന്ത്രണങ്ങൾ രക്ഷയില്ലെന്ന തിരിച്ചറിവ് കൊണ്ടാണോ സംസ്ഥാനത്തിന്റെ സാമ്പത്തികാവസ്ഥ അതീവ ഗുരുതരമായ സാഹചര്യത്തിൽ തന്നെയാണ്. കടമെടുത്ത് മുടിയുന്ന കേരളം എന്ന രീതിയിൽ നമ്മൾ കൃത്യമായി ഒരു കണക്ക് നേരത്തെ പുറത്തുവിട്ടതാണ്. അതായത് എടുക്കുന്ന വായ്പയുടെ മുഴുവൻ ഒരു 60-70% ഈ ചെലവഴിക്കപ്പെടുന്നത്, ക്ഷമിക്കണം കണക്കിൽ ചെറിയ തെറ്റുണ്ട്, 80% ചെലവഴിക്കപ്പെടുന്നത് പലിശ തിരിച്ചടയ്ക്കാൻ വേണ്ടി മാത്രമാണെന്നുള്ളൊരു കണക്ക് ജനൻ TV നേരത്തെ പുറത്തുവിട്ടതാണ്. അങ്ങനെ കടമെടുക്കുന്നു, ഒരു വശത്തോടുകൂടി പലിശ കൊടുക്കുന്നു, അങ്ങനെ എടുക്കുന്ന പണം ഭൂരിപക്ഷവും പലിശയ്ക്ക് കൊടുത്ത് തീർക്കുന്നതല്ലാതെ സംസ്ഥാനത്തിന്റെ ഈ പറയുന്ന രീതിയിൽ
മൂലധന നിക്ഷേപത്തിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഗുണകരമാകുന്ന രീതിയിൽ ആ പണം ഉപയോഗിക്കുന്നില്ല. ബാക്കി ഉപയോഗിക്കുന്നത് മുഴുവൻ ഈ പറയുന്ന പെൻഷൻ നൽകാനും ശമ്പളം നൽകാനും എന്നുള്ളതാണ്. സാധാരണ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ ഈ പണം ഉപയോഗിക്കാനോ അത് ജനങ്ങളിലേക്ക് അത് എത്തിക്കാനോ സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. നേരത്തെ തന്നെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മിസ്മാനേജ്മെന്റിനെ പറ്റി സുപ്രീം കോടതി അടക്കം വലിയ വിമർശനം ഉയർത്തിയിട്ടും സർക്കാർ ഇക്കാര്യങ്ങളിൽ ഒരു കൃത്യമായ നിലപാട് സ്വീകരിക്കാനോ ഈ പണം ദൂർത്തടിപ്പിക്കപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനോ ഉള്ള ഒരു നടപടികളും സ്വീകരിച്ചില്ല. അതുകൊണ്ട് തന്നെ ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ്. നേരത്തെ സാമ്പത്തിക അടിയന്തരാവസ്ഥ എന്ന് തുടങ്ങിയിട്ടുള്ള പദങ്ങൾ പോലും പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക അവസ്ഥയെ വിശേഷിപ്പിക്കാൻ. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയും നിയന്ത്രണങ്ങളല്ലാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ തന്നെ വിവിധ വകുപ്പുകൾക്ക് സർക്കാർ വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷത്തിൽ ഈ അടുത്ത നവംബർ വരെ മറ്റൊരു ഉത്തരവ്, അതായത് ഇപ്പോൾ 100 കോടി രൂപ വാഹനങ്ങൾ വാങ്ങിക്കാൻ ബാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴും അടുത്ത ഈ 2025 നവംബർ വരെ ഒരു നിയന്ത്രണം, മറ്റൊരു ഉത്തരവായി സർക്കാരിന്റെ ഒരു നിയന്ത്രണം നിലനിൽക്കുന്നുണ്ട്. പുതിയ ഫർണിച്ചറുകൾ വാങ്ങുന്നതിന്, വാഹനങ്ങൾ വാങ്ങുന്നതിന്, ഓഫീസുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് എന്നിവയ്ക്കെല്ലാം നേരത്തെ തന്നെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഈ ട്രഷറി നിയന്ത്രണവും നിലനിൽക്കുന്നു. ഈ നിയന്ത്രണങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് സർക്കാർ വീണ്ടും മുണ്ടുമുറുക്കും എന്ന് പറയുകയാണ്. പക്ഷെ അത് എത്ര കണ്ട് സാധ്യമാകും എന്നറിയില്ല. ഒരു വശത്ത് വലിയ ധൂർത്ത് നടക്കുന്നു, മറുവശത്ത് ഞങ്ങളിതാ ഈ നാടിനെ രക്ഷിക്കാൻ എല്ലാ ചെലവുകളും ചുരുക്കി ഞങ്ങൾ ലളിതമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു പറയുകയും ചെയ്യുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.